പ്രിയ പെട്ടവരെ, പെട്രോൾ എന്ന പ്രതിഭാസം നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ്. മോദിജിയുടെയും ടീംസിന്റെയും ചില പെട്രോൾ തള്ളുകൾ നമുക്കൊന്ന് കാണാം. साल का रिपोर्ट कार्ड के कुछ ही घंटों में उन्होंने देश में जिस प्रकार से पेट्रोल के दाम बढ़ा दिए. അതെ അതെ, പെട്രോൾ ഓർമ്മകളിൽ ഇനി ശോഭാജിയാണ്. കാണാം. ഇതിനുശേഷം പ്രസ്തുത ചേച്ചി മുങ്ങിയിരിക്കുകയാണ്. വീണിട്ടുടനെ താണു, താണിട്ടുടനെ പൊങ്ങി, താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടി മാമൻ. അപ്പോ നെക്സ്റ്റ് ടോക്കൺ നമ്പർ 3 ഓൺ ദ സ്റ്റേജ്. കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷ എവിടെ സെട്ട് 50 രൂപയ്ക്ക് പെട്രോൾ? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. മോദിജി വന്നിട്ട് ഇത്ര കൊല്ലായിട്ടും 50-ന് ശേഷം 0 കൂടിയെന്നല്ലാതെ നോ ചേഞ്ച്. ടോക്കൺ നമ്പർ 4 അൽഫോൺസ് ജി ഓൺ ദ സ്റ്റേജ്. നാളെ ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുക. കാരണം ഇപ്പൊ പെട്രോളിന്റെ വില ഇങ്ങനെ കൂടിയതുകൊണ്ട് ഞാനും എന്റെ മാനും കൊണ്ട് ഇന്ന് ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മൂപ്പര് സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ട് എന്നെ അങ്ങോട്ട് എടുത്താ മതിയായിരുന്നു. അല്ല, ഒരു കേന്ദ്രമന്ത്രിനെ അടുത്ത് കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണേ, എന്താണ് ഇങ്ങനെ പെട്രോളിന് വില കൂടുന്നത്? പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധനവുണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. എന്ത്? എങ്ങനെ? ഒന്ന് റിവൈൻഡ് അടിച്ചേ. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ